ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘയും സന്ദീപും വന്നാലുടൻ തന്നെ അവരുടെ വിവാഹം നടത്തണമെന്ന് അവന്തിക പറയുമ്പോൾ അതിനെ ശരിവെച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് സേതു. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് അനഘയുടെയോ സന്ദീപിൻ്റെയോ മൊബൈൽ ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. യാതൊരു മാറ്റവുമില്ലെന്നും ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയുടെയും അജയൻ്റെയും വിവാഹം ഉറപ്പിക്കാനായി അജയൻ്റെ വീട്ടുകാർ വൃന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ്. മറ്റന്നാൾ നിശ്ചയവും അത് കഴിഞ്ഞ് വിവാഹവും എന്ന് അവരുറപ്പിക്കുന്നു. സ്ത്രീധനമൊന്നുമില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്ക് ആതിരയെ മാത്രം മതിയെന്ന് അജയൻ്റെ അമ്മ പറയുകയാണ്. തുടർന്ന് അജയൻ്റെ അമ്മാവൻ പറയുകയാണ്, എന്താണെങ്കിലും വിവാഹത്തിന് ശേഷം ആതിരയെ ഞങ്ങൾ ജോലിക്കൊന്നും വിടില്ല. ആതിര ജോലിക്ക് പോയിട്ട് വേണ്ടേ കുടുംബം നോക്കാൻ, അതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ല. ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കാൻ തന്നെ ഒരു ദിവസം തികയില്ല. പിന്നെ അജയൻ്റെ അച്ചമ്മ കിടപ്പിലാണേ, അവരെയും നോക്കേണ്ടത് ആതിര തന്നെയാ. ഇതിൻ്റെ ഇടയ്ക്ക് ആതിരയ്ക്ക് ഒരുങ്ങാൻ പോലും സമയം കിട്ടില്ല, പിന്നെയല്ലേ ജോലി. ഇത് കേൾക്കുന്ന അനൂപും മാഷും ഒരു ഞെട്ടലോടെ അജയൻ്റെ അമ്മ അവനെ നോക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ്. അവന്തികയെ അവർക്കെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്ത് അവരുടെ അടുത്ത് തന്നെ അവന്തികയും ഇരുത്തുന്നു. ആതിരയുടെയും അജയൻ്റെയും വിവാഹകാര്യം ഉറപ്പിക്കാൻ വന്നതാണ് ഇവരെന്ന് മീര പറയുമ്പോൾ, നിങ്ങൾ ചോദിക്കുന്ന സ്ത്രീധനം ആതിരയ്ക്ക് തരാമെന്ന് അവന്തിക പറയുന്നു. 25 പവനും 10 ലക്ഷം രൂപയുമാണ് ഞങ്ങൾക്ക് വേണ്ടത്, അതിൽ കുറഞ്ഞൊന്നും വേണ്ടെന്ന് അജയൻ്റെ അമ്മാവൻ പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് അവന്തിക. ഇത് കേൾക്കുന്ന അവർക്കും സന്തോഷമാകുന്നു. അങ്ങനെ അജയൻ്റെ വീട്ടുകാർ അവിടെ നിന്ന് പോയതിനു ശേഷം അനൂപ് പറയുകയാണ്, അവന്തിക ചെയ്തു തന്ന സഹായം തന്നെ ധാരാളം, ഈ സഹായം ഞങ്ങൾക്ക് വേണ്ട. തന്ന കടം തന്നെ എൻ്റെ പേര് എങ്ങനെ വീട്ടുമെന്നുള്ള വിയർപ്പ് മുട്ടലിലാണ് ഞാൻ. അതിൻ്റെ കൂടെ ഇതുകൂടി വേണ്ട. ആതിരെ ഞാൻ എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്താ കാണുന്നതെന്ന് അവന്തിക പറയുമ്പോൾ മാഷും കമലയും ചേർന്ന് പറയുകയാണ്, അതൊക്കെ അങ്ങനെ തന്നെ ആകട്ടെ, പക്ഷേ ഈ വിവാഹത്തിന് അവന്തികയുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. എങ്കിലൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്താണെങ്കിലും വീടിൻ്റെ പ്രമാണം ബാങ്കിൽ വെച്ച് ലോൺ എടുക്കാനല്ലേ പോകുന്നത്, പ്രമാണം നെല്ലിശ്ശേരി ഫൈനാൻസിൽ കൊണ്ട് വെച്ചേക്ക്. അതാകുമ്പോൾ ബാങ്കിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുകയും ചെയ്യും. നിങ്ങൾ പലിശ അടയ്ക്കേണ്ട, മുതലടച്ച് തീർത്തിട്ട് പ്രമാണം തിരികെ കൊണ്ടുപോയാൽ മതിയെന്നും അവന്തിക പറയുമ്പോൾ അതിനോട് യോജിക്കുകയാണ് വൃന്ദാവനം വീട്ടുകാര്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപിനെയും അനഘയും കാണാത്തതിന്റെ ടെൻഷനിൽ നിൽക്കുകയാണ് സച്ചി. സന്ദീപിന്റെ കാര്യമോർത്ത് വിഷമമാണെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് അർച്ചന പറയുകയാണ്, ഇന്ന് സന്ദീപും അനഘയും അവന്തികേട്ടത്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന സച്ചി ഒരു ഞെട്ടലോട് ചോദിക്കുകയാണ്, അവര് വിളിച്ചിരുന്നെന്നോ? അപ്പോൾ അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്ത് അവരുടെ ലൊക്കേഷൻ അറിയാൻ സാധിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചി അവന്തികയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അച്ഛനെ പറയുകയാണ്, അതിന് അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ ആരുടെയും കോളൊന്നും അവന്തികയുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ ഇറങ്ങാനൊരുങ്ങാൻ നേരമാ അവന്തികേട്ടത്തി ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ അവന്തികേട്ടത്തിക്ക് എന്താ എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഇനി അച്ഛൻ വിളിച്ചാൽ താനായിട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കണ്ട, ചിലപ്പോൾ വാദി പ്രതിയായെന്ന് വരും. അന്വേഷണത്തിന്റെ ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ആതിരയുടെ അടുത്തേക്കായിരിക്കും. പിന്നെ നമ്മൾ ഇത്രയും നാളും മറച്ചുവെച്ച ആ രഹസ്യം മറന്നീക്കി പുറത്തു വരികയും ചെയ്യും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ സ്റ്റേഷനിലേക്ക് പോകാതെ നോക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് സച്ചി പറയുമ്പോഴാണ് അർച്ചനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയാണ്. അജയൻ പുറത്തുപോയ സമയമായതുകൊണ്ട് തന്നെ തനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് സന്ദീപ് പറയുന്നു. അങ്ങനെ അജയൻ്റെ ആളുകൾ കയ്യിലെ കെട്ടഴിക്കുമ്പോൾ അവരെ 3 പേരെയും അവിടെ അടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് സന്ദീപ്. പെട്ടെന്ന് പുറത്തുനിന്ന് കയറി വരുന്ന അജയൻ സന്ദീപിനെ ചവിട്ടി താഴെയിടുകയും സന്ദീപിനെ വീണ്ടും കെട്ടിയിടുകയും ചെയ്യുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നിശ്ചയം വിളിക്കാനായി നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്ന കമലയും മാഷിനെയുമാണ്. സന്ദീപിന്റെയും അനഘയുടെയും കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കമല മാഷിനെയും കൂട്ടി അകത്തേക്ക് കയറുമ്പോൾ അവന്തികയും അവരെ സ്വീകരിക്കാനായി പുറത്തേക്ക് വരുന്നു. തുടർന്ന് മാഷ് പറയുകയാണ്, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വരാഞ്ഞത്. അതൊന്നും കുഴപ്പമില്ലെന്ന് ഇത് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്താണെങ്കിലും സന്ദീപ് അവനിഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ തന്നെയാണല്ലോ പോയത്, അത് തന്നെ ഒരു ആശ്വാസം. അതേസമയം താഴേക്ക് വരുന്ന സച്ചിയും അർച്ചനയും അവരെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.